ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്ന ദുരന്ത മേഖലകളിൽ 3 കോടിയുടെ പദ്ധതികൾ തന്റെ ഫൗണ്ടേഷൻ വഴി നടപ്പിലാക്കുമെന്ന് മോഹൻലാൽ. ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സൈന്യമടക്കം എല്ലാവർക്കും നന്ദി പറയുന്നുവെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. പൂർണ്ണമായും തകർന്ന വെള്ളാർമല LP സ്കൂൾ പുനരുദ്ധാരണവും തങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഡയറക്ടർ മോഹൻലാലിനെ അനുഗമിക്കുകയും ചെയ്ത മേജർ രവിയും വ്യക്തമാക്കി. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് വാർത്തകളിലൂടെ അറിയുന്നത്. അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാലേ അതിന്റെ വ്യാപ്തി മനസ്സിലാകൂ. ഒരുപാട് പേർക്ക് നിമിഷനേരം കൊണ്ട് അവരുടെ ഉറ്റവരെയും വീടും സ്ഥലവും ഒക്കെ നഷ്ടമായി. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിൽ എടുത്തു പറയേണ്ടവരാണ് ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, ഡോക്ടേഴ്സ്, NDRF, ഫയർ ആൻഡ് റെസ്ക്യൂ, നേവി, ലോക്കൽ ആളുകൾ, സന്നദ്ധ സഹായ സംഘടനകൾ. അങ്ങനെ ഒരു കല്ലെടുത്ത് മാറ്റുന്ന കുട്ടി പോലും ഇതിന്റെ ഭാഗമായി മാറുന്നു. ഇവിടുത്തെ പുനരധിവാസത്തിനായി ഞാനുമായി സഹകരിക്കുന്ന ഫൗണ്ടേഷനായ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ 3 കോടി രൂപ അടിയന്തരമായി കൊടുക്കുകയാണ്. പിന്നീട് അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ശേഷം കൂടുതൽ സഹായം നൽകും, മോഹൻലാൽ പറഞ്ഞു. താൻ അംഗമായ ടെറിട്ടോറിയൽ ആർമിയാണ് ഇവിടെ ആദ്യം രക്ഷാപ്രവർത്തനത്തിന് എത്തിയ വിഭാഗം. അതിനാൽ കൂടിയാണ് 1.5 പതിറ്റാണ്ടോളമായി അതിന്റെ ഭാഗമായ താനും ഇവിടെ എത്തിയതെന്നും മോഹൻലാൽ വ്യക്തമാക്കി. ഞാനും കൂടി ഉൾപ്പെടുന്ന 122 ഇൻഫൻട്രി ബറ്റാലിയൻ TA മദ്രാസാണ് ആദ്യം ഇവിടെ എത്തുന്നത്. അതിലെ 40ഓളം പേർ ആദ്യമെത്തി വലിയ പ്രയത്നങ്ങൾ നടത്തി. ഒരുപാട് പേരെ രക്ഷിച്ചു. കഴിഞ്ഞ 16 വർഷമായി ഞാൻ ഈ ബറ്റാലിയന്റെ ഭാഗമാണ്. ഇവർക്കൊക്കെ പ്രചോദനമാകാനും അവരോട് നന്ദി പറയാനും മനസ്സുകൊണ്ട് അവരെ സ്മരിക്കാനുമാണ് ഇവിടെ എത്തിയത്. ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കണം, മോഹൻലാൽ പറഞ്ഞു. മനുഷ്യസ്നേഹികളായ ഒരുപാട് പേർ വിശ്വശാന്തി ഫൗണ്ടേഷനിൽ അംഗമാണ്. ലാലേട്ടൻ പറയാത്തൊരു കാര്യം പറയാം. മുണ്ടക്കയിൽ തകർന്ന സ്കൂൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തോട് ചോദിക്കാതെ ഒരു കാര്യം കൂടി പറയാം. ആ സ്കൂൾ പുനർനിർമ്മിക്കാനുള്ള പദ്ധതിയും വിശ്വശാന്തി ഫൗണ്ടേഷൻ ഏറ്റെടുക്കുകയാണ്. ഇതിപ്പോൾ എടുത്ത തീരുമാനമാണ്, മേജർ രവി പറഞ്ഞു. മോഹൻലാലും മേജർ രവിയും അടങ്ങുന്ന സംഘം ടെറിട്ടോറിയൽ ആർമിയുടെ ബേസ് ക്യാമ്പിലാണ് ഇന്ന് രാവിലെയോടെ എത്തിയത്. സൈനിക വേഷത്തിൽ തന്റെ 122 ഇൻഫൻട്രി ബറ്റാലിയൻ ടീമിനൊപ്പമാണ് മോഹൻലാൽ എത്തിയത്. ആർമി ക്യാമ്പിലെത്തിയ ശേഷമാണ് അദ്ദേഹം ദുരന്തഭൂമി സന്ദർശിച്ചത്. മുണ്ടക്കൈ, മേപ്പാടി എന്നീ മേഖലകളും അദ്ദേഹം സന്ദർശിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിന് കോൺഗ്രസ് തടസ്സം പറയില്ലെന്ന് K. മുരളീധരൻ. ഇപ്പോൾ വിവാദങ്ങൾക്ക് സ്ഥാനമില്ല. വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാനുള്ള സംവിധാനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് പ്രധാനമെന്നും K. മുരളീധരൻ പറഞ്ഞു. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയ രമേശ് ചെന്നിത്തലയെ വിമർശിച്ച് KPCC അധ്യക്ഷൻ K. സുധാകരൻ രംഗത്തെത്തിയിരുന്നു. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിന് പാർട്ടി തടസ്സം നിൽക്കില്ല. ആര് സംഭാവന നൽകിയാലും വിരോധമില്ല. മുൻപ് പ്രളയത്തിന്റെ സമയത്ത് ഞങ്ങൾ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ എല്ലാവരും ദുരിതാശ്വാസ നിധിയിലേക്ക് 1 മാസത്തെ ശമ്പളം കൊടുത്തിരുന്നു. തുക വിനിയോഗിച്ചത് സംബന്ധിച്ച് പിന്നീട് വിവാദം ഉയർന്നിരുന്നു. പണം വിനിയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴല്ല, ഭാവിയിൽ സംസാരിക്കേണ്ട കാര്യമാണ്. വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ ആരാണോ സംവിധാനം ഒരുക്കുന്നത് അതിന്റെ കൂടെ നമ്മൾ നിൽക്കുകയാണ് വേണ്ടത്. വയനാടിന് വേണ്ടിയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് വരുന്നത്. ആ ഫണ്ട് പ്രത്യേകം കൈകാര്യം ചെയ്യണം. വയനാട്ടിലെ ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ആ പണം ഉപയോഗിക്കണം. പാർട്ടി 100 വീടുകൾ വെച്ച് നൽകുന്നതിനാൽ ഞാൻ പണം കൊടുക്കുക പാർട്ടിക്കാണെന്നും K. മുരളീധരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു വയനാടിനായി തന്റെ 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. ഇതിനെതിരെ K. സുധാകരൻ രംഗത്തെത്തുകയായിരുന്നു. ഇടതുപക്ഷത്തിന്റെ കയ്യിൽ മാസശമ്പളം കൊടുക്കേണ്ട കാര്യമില്ലെന്നും കോൺഗ്രസിന് പണം സ്വരൂപിക്കാൻ ഫോറമുണ്ടെന്നുമായിരുന്നു ചെന്നിത്തലയ്ക്കെതിരായ K. സുധാകരന്റെ വിമർശനം. സർക്കാരിന് പണം കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പാർട്ടിക്ക് അതിന്റേതായ ഫോറമുണ്ട്. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വയനാടിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അങ്ങനെ പണം ഇടതുപക്ഷത്തിന്റെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. രമേശ് ചെന്നിത്തല അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതത്ര മുഴുമിപ്പിക്കാതെ സുധാകരൻ പറഞ്ഞു. അതേസമയം സുധാകരന്റെ വിമർശനങ്ങൾക്ക് മറുപടിയില്ലെന്നായിരുന്നു ചെന്നിത്തല വിവാദത്തോട് പ്രതികരിച്ചത്. എനിക്ക് ഇതിനോടൊന്നും പ്രതികരണമില്ല. ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കട്ടെ എന്നേ പറയാനുള്ളൂ. വയനാട്ടിൽ ഞാൻ ഒരു ദിവസം ഉണ്ടായിരുന്നു. ഹൃദയഭേദകമായ അവസ്ഥയാണ് അവിടെ. 400ഓളം പേർ മരിച്ചു. 100 കണക്കിന് പേർ ആശുപത്രിയിലാണ്. ആയിരങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. അവിടെയുള്ളവരെ സഹായിക്കേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ടാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ശമ്പളം നൽകിയതെന്നായിരുന്നു ചെന്നിത്തലയുടെ വാക്കുകൾ.